പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കില്ലേ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും കർക്കിടക കഞ്ഞിക്കൂട്ട്, അതായത് ഞാൻ ഔഷധിയുടെയാണ് കഞ്ഞിക്കൂട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്താണെങ്കിൽ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടാവും. ഒരു 600 ഗ്രാം അരിയാണ്, ഞവര അരി കണ്ടോ, ഇന്നലെ പൊട്ടിച്ചെടുത്ത ഞവര അരി 600 ഗ്രാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 7 ദിവസത്തേക്കിനുള്ള പൊടിമരുന്ന് കണ്ടോ, 7 ദിവസത്തേക്കിന് ഉള്ള 7 പാക്കറ്റായിട്ടാണ് കണ്ടോ, ഓരോ പാക്കറ്റ് ഓരോ ദിവസം, അങ്ങനെ 7 ദിവസത്തേക്കുള്ള പാക്കറ്റ് പൊടിമരുന്നും. പിന്നെ കണ്ടോ ബദാം, 7 ബദാമാണ് ഈ ഒരു കവറിനകത്ത്. ബദാം നമുക്ക് പിന്നെ വേണമെങ്കിൽ ഓരോന്നൂടെ കൂട്ടിയൊക്കെ ഇടാം, ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പം 2 എണ്ണോ 3 എണ്ണോ ഒക്കെയാണ് നമുക്ക് ഇടാം, എങ്കിലും ഇതിനകത്ത് അവർ ഓരോന്നേ തരത്തുള്ളൂ. പിന്നെ ഇത് ആശാളി കണ്ടോ, ഇതും 7 കഞ്ഞിക്കുള്ളതാണ്. ഇതിൻ്റെ 7ആയിട്ട് പാകിച്ചിട്ട് ഒരു നമുക്കൊരു ഊഹത്തിലുള്ള ഒരു ഇത് കണ്ടോ, 7 ഇച്ചിരി ഒരു ദിവസം കൂടി ഒരു ദിവസം ഇച്ചിരി കുറഞ്ഞെന്ന് പറഞ്ഞാലൊന്നും കുഴപ്പമില്ല. 7 ദിവസം. അതുപോലെ തന്നെ ഉലുവായും ഇത് 7 ദിവസത്തേക്കിനുള്ളതാണ്. പിന്നെ നമ്മൾ ഈ കഞ്ഞിക്ക് ഉലുവ കൂടുതൽ ഇട്ടുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ കരിപ്പട്ടി കൂട്ടിയാണ് കഴിക്കുന്നത്, കരിപ്പട്ടി വെച്ചിട്ടാണ്, കരിപ്പട്ടി ഇട്ടാണ് ഇത്. അതുപോലെ പിന്നെ തേങ്ങായും ഇടും, തേങ്ങായും കരിപ്പട്ടി. അതായത് ഞാനിങ്ങനെ നമുക്കിപ്പം ഇതിനായിട്ട് കറിച്ചട്ടി ഒന്നും ചട്ടി പുതിയതില്ലെങ്കിലും നമുക്ക് ഇത് കണക്ക് ഞാൻ സ്ഥിരം വയ്ക്കുന്ന ഈ ചട്ടിയിലാണ്. അപ്പം അതിനായിട്ട് നമ്മൾ എടുക്കുന്നതുണ്ടല്ലോ, ഇപ്പം നിങ്ങളെ ഒന്ന് കാണിക്കുന്നുള്ളതേ. ഇതാണ് ഞാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവ്. ഇത് 60 ഗ്രാമാണ്. 50 എനിക്ക് 60, ഞാൻ അത്രയും തന്നെ കഷ്ടിച്ചെടുത്താലും എനിക്ക് അത് മതി. കണ്ട, ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഇത്ര എടുത്തിട്ട് ഇത് ഇതിനകത്തോട്ടിട്ട് അത് കണക്ക് തന്നെ ഉലുവായും ഇതിനകത്ത് ആവശ്യത്തിന് ഇട്ടിട്ട് കഴുകണം. കഴുകി നമുക്ക് എത്ര വെള്ളമാണോ നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ എടുക്കുന്നതെന്ന് കണ്ടോ, ഉലുവ. ഇത് ആശാല് നമ്മൾ അടുപ്പേ വെക്കുമ്പോൾ വൈകിട്ട് സന്ധ്യയ്ക്ക് ഇപ്പോൾ 6 മണി 7 മണിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അന്നേരപ്പം എടുത്ത് കഴുകി അങ്ങോട്ട് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു പശപ്പായതുകൊണ്ടാണ്. ഇതേ കണ്ടോ ഈ ഉലുവായി ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ കുറച്ച് മേലെ നല്ലോണം വെള്ളം ഒഴിച്ച് അടുപ്പ് വെച്ച് തിളപ്പിച്ച ഒരു അരമണിക്കൂർ അല്ലെ 3/4 മണിക്കൂർ, അരമണിക്കൂർ മതി, ഇങ്ങനെ വേവും. പിന്നെ അത് കഴിക്കാറാകുമ്പോഴാണ് ഈ ആശാളി ഇടുന്നത്. പിന്നെ കഴിക്കാറാകുമ്പോഴല്ല, ഇത് വേകുമ്പോൾ. പിന്നെ അത് കഴിയുമ്പോൾ ഈ പൊടി ഇടണം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കരിപ്പട്ടിയാണ്, തേങ്ങാപ്പാലും പിന്നെ ഇതൊന്നും അല്ല ഉപയോഗിക്കുന്നത്, നെയ്യൊന്നുമല്ല. ഞാൻ കരിപ്പട്ടി ഉപയോഗിച്ച് തേങ്ങായും എടുക്കും, കുറച്ച് തേങ്ങ, ഒത്തിരി ഒന്നുമില്ല. ഇത് ഇത്രയായിരിക്കും, ഇച്ചിരി തേങ്ങ മതി. ആ തേങ്ങായും ഒരു കഷ്ണം കരിപ്പട്ടിയും കൂടെ ഇട്ടിട്ട് ഏകദേശം ഒരു പായസം പോലെ ആ ഒരു പരുവത്തിലാണ്. അപ്പം ഈ പൊടിമരുന്ന് നമ്മുടെ ശരീരത്തിൽ ചെല്ലുക എന്നുള്ള ഇത് എത്ര കൂട്ടം പൊടിമരുന്ന്, ഇത് ഏതാണ്ട് 30-ൽ പരം പച്ചമരുന്നുകളുടെയാണ്. കുറുന്തോട്ടി, കരിഞ്ചീരകം, കീഴാർനെല്ലി, ചെറുപുള, മുക്കൂറ്റി, മുയൽച്ചെവി, അങ്ങനെ കഴുകാമ, അങ്ങനെ എല്ലാത്തിൻ്റെ ഉള്ള പൊടിയാണ് ഇതിൻ്റെയൊക്കെ ചേരുവ ഇതുള്ളത്. അതുകൊണ്ട് അങ്ങനെ മതി. പിന്നെ ഒരു കാര്യമുള്ളൂ, നമ്മളിതിപ്പോൾ 7 ദിവസത്തേക്കിനാണ് ഈ ഒരു കിറ്റ്. ഈ 7 ദിവസം കഴിച്ച് കഴിയുമ്പോൾ അത്രയും ദിവസവും മീനും ഇറച്ചിയും മുട്ടയും ഉപയോഗിക്കരുത്. ഇത് വൈകിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കരുത്, വേറുള്ളൊരു ആഹാരവും കഴിക്കരുത്. ഇപ്പം നമ്മൾ 7 മണിക്കല്ല 8 മണിക്കാണ് കഴിക്കുന്നതെന്നാൽ ആ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മൾ വെള്ളം കുടിക്കുകയോ പിന്നെ വേറുള്ള ആഹാരമൊന്നും കഴിക്കുകയോ ചെയ്യരുത്. അപ്പം അതിന് മുന്നേ തന്നെ നമ്മളൊരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ വെള്ളം കുടിയൊക്കെ നിർത്തണം. പിന്നെ നമ്മളൊന്നും കഴിക്കരുത്, വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ കഴിച്ച ആഹാരമെല്ലാം ഒന്ന് ദഹിച്ചൊക്കെ കഴിയുമ്പോൾ. അപ്പം ഇത് എല്ലാവരും കർക്കിടകത്തിൽ ഇപ്പം കഴിക്കുന്നുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ നമുക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഉലുവ ഉണ്ട ഉണ്ടാക്കാം. അത് ഇത് കണക്ക് ഞവരേരി, ഉലുവായും അയമോദകവും ആശാലി ചേർക്കണമെന്നില്ല, അയമോദകവും ഇതൊക്കെ ചേർത്ത് കറുത്ത എള്ള് അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉലുവ ഉണ്ട, അതും ദിവസം ഒരെണ്ണം, അല്ലെങ്കിൽ രാവിലെ ഒരെണ്ണം കഴിച്ചാൽ വൈകിട്ടല്ലെങ്കിൽ വൈകിട്ട് കഴിച്ചാലും മതി. അങ്ങനെ ഓരോ ഉണ്ട കഴിക്കുവാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. നമ്മുടെ കർക്കിടക മാസത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനല്ലേ പറ്റുള്ളൂ. പിന്നെ ഇലക്കറികളൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ, പത്തില
പത്തിലക്കറിയും കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം, ഒരു വർഷത്തേക്കുള്ള ആരോഗ്യം നമ്മൾ ഇതിൽ നിന്നൊക്കെ നേടണം. അതുകൊണ്ട് ഒരാൾക്കുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഈ കഞ്ഞിക്കൂട്ട്. ഒരാൾക്കുള്ള, നമുക്ക് ഇത്ര അരിയൊന്നും വേണ്ട. അപ്പം ഞാൻ അടുത്ത ബാക്കി അരി എടുത്ത് ഉലുവ ഉണ്ട ഉണ്ടാക്കും. അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ശരിയെങ്കിൽ അടുത്തൊരു വീഡിയോ കാണാം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. ടാറ്റാ.